ഇനി കാർഷിക വാർത്തകൾ. ലോകത്തെ ആദ്യത്തെ ലഖ്മി IVF പശുക്കുട്ടി അസമിൽ ജനിച്ചു. തദ്ദേശീയ കന്നുകാലി സംരക്ഷണത്തിലും ശാസ്ത്രീയ പ്രജനനത്തിലും പുതിയ വഴിത്തിരിവായി നേട്ടം. ലോകത്തിലെ ആദ്യത്തെ ലഖീമി IVF പശുക്കുട്ടി അസമിൽ ജനിച്ചു. തദ്ദേശീയ കന്നുകാലി ഇനമായ ലഖീമിയിൽ അസം വെറ്റിനറി ആൻഡ് ഫിഷറി സർവകലാശാലയാണ് ഈ ചരിത്ര നേട്ടം കൈവരിച്ചത്. ഗുവാഹത്തിയിലെ ഖാനാപാറ കോളേജ് ഓഫ് വെറ്റിനറി സയൻസിലെ IVF ലബോറട്ടറിയിലാണ് പശുക്കുട്ടിയുടെ ജനനം. രാഷ്ട്രീയ ഗോകുൽ മിഷന്റെ പിന്തുണയോടെയാണ് ലബോറട്ടറി സ്ഥാപിച്ചത്. നേട്ടം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് പ്രഖ്യാപിച്ചത്. തദ്ദേശീയവും എണ്ണത്തിൽ കുറവുമായ കന്നുകാലി ഇനങ്ങളുടെ സംരക്ഷണത്തിന് IVF പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് ഈ നേട്ടത്തിന്റെ പ്രധാന പ്രത്യേകത. മികച്ച ജനിതക ഗുണങ്ങളുള്ള കന്നുകാലികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഭാവിയിൽ പാൽ ഉൽപാദനക്ഷമത ഉയർത്താനും രോഗനിയന്ത്രണം ശക്തിപ്പെടുത്താനും കഴിയുമെന്നാണ് പ്രതീക്ഷ. ഈ വർഷം ആദ്യം സോനാപൂരിൽ IVF സാങ്കേതിക വിദ്യയിലൂടെ ഗിർ പശുക്കുട്ടിയും ജനിച്ചിരുന്നു. ലഖീമിയിലും വിജയം ആവർത്തിച്ചതോടെ ആധുനിക പ്രത്യുൽപാദന സാങ്കേതിക വിദ്യയും തദ്ദേശീയ കന്നുകാലി സംരക്ഷണവും കൂട്ടിയിണക്കുന്ന പുതിയ മാതൃകയാണ് അസം മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്ത് സവാള വില കുതിച്ചുയരുന്നു. വിലക്കയറ്റം നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ബഫർ സ്റ്റോക്കിൽ നിന്നുള്ള വിതരണം വേഗത്തിലാക്കാൻ കാന്ത എക്സ്പ്രസ് ട്രെയിൻ സർവീസുകൾ ആരംഭിച്ചു. രാജ്യത്ത് പഞ്ചസാരയ്ക്ക് പിന്നാലെ സവാള വിലയും കുതിച്ചുയരുന്നു. രാജ്യത്തെ ശരാശരി സവാള വില കിലോയ്ക്ക് 42 രൂപയായി ഉയർന്നു. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് 19% വർധനവാണുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ അപേക്ഷിച്ച് 45% വർധന. ഡൽഹി, കേരളം, തമിഴ്നാട്, അസം തുടങ്ങിയ മേഖലകളിലും സവാള വില കുതിച്ചുയർന്നു. ഡൽഹിയിൽ കിലോയ്ക്ക് 65 രൂപയും ചെന്നൈയിൽ 58 രൂപയുമാണ് നിലവിലുള്ള നിരക്ക്. ഡൽഹിയിൽ കഴിഞ്ഞ മാസത്തേക്കാൾ 20 രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. സവാള വില കുതിച്ചുയരുന്നത് പരിഗണിച്ച് വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടിയുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തി. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് ഡൽഹി, ചെന്നൈ, കൊച്ചി, ഗുവാഹത്തി എന്നിവിടങ്ങളിലേക്ക് പ്രത്യേക ട്രെയിൻ മാർഗം സവാള ഉള്ളി എത്തിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. സവാളയുമായി കാന്ത എക്സ്പ്രസ് ഇന്നു മുതൽ ഈ സംസ്ഥാനങ്ങളിലേക്ക് ഓടിത്തുടങ്ങും. മഹാരാഷ്ട്രയിലെ ബഫർ സ്റ്റോക്കുകളിൽ നിന്ന് പ്രധാന ഉപഭോഗ കേന്ദ്രങ്ങളിലേക്ക് ഉള്ളി എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കടക്കാട് ഫാമിലെ ശർക്കരയ്ക്ക് ആവശ്യക്കാരേറുന്നു. കൃഷിഫാമിലെ മാധുരി ഇനം കരിമ്പിൽ നിന്നുള്ള ശർക്കരയും ശർക്കര പാനിയും ഫാം കൗണ്ടറിലൂടെ വിൽപ്പനയ്ക്ക്. പത്തനംതിട്ട പന്തളം കടക്കാട് കരിമ്പ് വിത്തുൽപാദന കേന്ദ്രത്തിലെ ശർക്കരയ്ക്ക് ജനപ്രീതിയേറുന്നു. കൃഷിഫാമിലെ കൗണ്ടറുകളിലൂടെയാണ് ശർക്കരയുടെ വിൽപ്പന. ഫാമിലെ തന്നെ 15ഓളം ഏക്കർ പാടത്ത് കൃഷി ചെയ്യുന്ന മാധുരി ഇനം കരിമ്പിൽ നിന്നാണ് ഇത്തവണ ശർക്കര ഉൽപ്പാദിപ്പിക്കുന്നത്. പതിയൻ ശർക്കരയ്ക്ക് കിലോയ്ക്ക് 160 രൂപയും ഉണ്ട ശർക്കരയ്ക്ക് 170 രൂപയും ചുക്കുണ്ടയ്ക്ക് 180 രൂപയുമാണ് വില. 1 ലിറ്ററിന് 140 രൂപ നിരക്കിൽ ശർക്കര പാനിയും ലഭ്യമാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള പരിചയസമ്പന്നരായ തൊഴിലാളികളെ കരാറടിസ്ഥാനത്തിൽ നിയോഗിച്ചാണ് ശർക്കര ഉൽപാദനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.